Hello all and welcome to IELTS Preparation by Sodeju. This is Alvin and in today's session we will start with our discussion on bar chart. That is how to write a bar chart essay in IELTS Writing Task 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് IELTS Writing Task 1 കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ലൈൻ ഗ്രാഫ് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാർ ചാർട്ട് എസ്സേ അതിൻ്റെ ഡിസ്കഷൻ തുടങ്ങി നോക്കാം. പർട്ടിക്കുലർലി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അനാലിസിസ് വീഡിയോ ആയിരിക്കും ചെയ്യാം. അതായത് എങ്ങനെയാണ് ഒരു ബാർ ചാർട്ട് എസ്സേ എഴുതേണ്ടതെന്നും അതിൻ്റെ ഒരു അപ്രോച്ച് എന്തൊക്കെയാണെന്നുമാണ് ഡീറ്റെയിൽസ് ഒക്കെയാണ് സംസാരിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത അതേ പാറ്റേൺ ആണ് ഇവിടെ എടുക്കുക. അതായത് നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. You can read through. The bar chart below shows the sector contributions to India's gross domestic product from 1960 to 2000. Summarize the information by selecting and reporting the main features and make comparisons where relevant. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫിക് ഉണ്ട്, ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ബേസിക്കലി എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ഇന്ത്യയുടെ GDP-യിലേക്കുള്ള ഓരോ സെക്ടേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ ആണ്, അതായത് റിലേറ്റീവ് പെർസെൻറ്റേജ് വൈസ് കോൺട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാം 3 സെക്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസ്. ഈ മൂന്നും എങ്ങനെയാണ് ഓരോ ഇയേഴ്സിലും നമ്മുടെ ഇന്ത്യയുടെ GDP-യിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് എത്രത്തോളം എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ള കേസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇയർ വൈസ് നമുക്ക് ഡേറ്റ കാണാം. ദാറ്റ് ഈസ് 1960, 1970, 80, 90 and 2000. 5 ഇയേഴ്സിന്റെ ഡേറ്റ ഉണ്ട്. റിലേറ്റീവ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. ദെൻ നമ്മുടെ എസ്സേയിലേക്ക് നമുക്ക് കിടക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാം നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റെപ്പ് 1, ദാറ്റ് ഈസ് അനലൈസ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ ലൈൻ ഗ്രാഫിലും ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ദ ഗ്രാഫിക്കിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ദെൻ ഒരു ഗ്രാഫിക്കും ഉണ്ട്, അതുപോലെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ വേർഡ്സും ഉണ്ട്. ബേസിക്കലി ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു, എല്ലാ ടാസ്ക് 1 ടൈപ്പിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സെയിം കാര്യമാണ്. ഇത് സെയിം തന്നെ. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ മെയിൻ ഫീച്ചേഴ്സ്. അതായത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്, ഏറ്റവും എടുത്തു നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബേസിക്കലി ഇവിടെ വേണ്ടി വരുന്ന കുറച്ച് അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്ക്രീനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫിക് ഒന്നുകൂടെ കാണാം. ആൻഡ് അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാൻ പറ്റുക. വാട്ട് ഇൻഫർമേഷൻ ഡു ദ 2 ആക്സിസ് ഗിവ്. അപ്പോൾ ഇവിടെ 2 ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആണ് ബേസിക്കലി ഇവിടെ സംസാരിക്കുന്നത്. എക്സ് ആക്സിസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്? 1960, 70, 80, 90, 2000. ബേസിക്കലി അവിടെ ഇയേഴ്സിന്റെ ഡേറ്റ ആണ് എക്സ് ആക്സിസിലുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിൽ എന്താണെന്ന് മനസ്സിലായി. ദെൻ വൈ ആക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളത് പെർസെൻറ്റേജസ്, ദാറ്റ് 0, 10, 20 അങ്ങനെ ഒരു 70% വരെയുള്ള കണക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു, റിലേറ്റീവ് പെർസെൻറ്റേജ് വൈസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് സെക്ടർ ടു GDP ആണ് തന്നിരിക്കുന്നത്, ഇയർ വൈസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതാണ് ബേസിക്കലി 2 ആക്സിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്. അപ്പോൾ ഇവിടെ എന്ത് യൂണിറ്റ്സിലാണ്? എക്സ് ആക്സിസ് ബേസിക്കലി അത് ഇയർ വൈസ് ആണ്. ഓക്കെ, അതിന് വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ദെൻ അവിടെ വൈ ആക്സിലും പെർസെൻറ്റേജ് വൈസ് ആണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ടൈം പീരിയഡ്സ്. ടൈം പീരിയഡ്സ് മീൻസ് ആ ഇയേഴ്സ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. ഓക്കെ, അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? 1960, 70. അപ്പോൾ ഡിക്കേഡ് വൈസ് എന്താണ് ഡേറ്റ ആണ് തന്നിരിക്കുന്നത്. 60s to 2000 വരെയുള്ള ഡിക്കേഡ് വൈസ് ഡേറ്റ. ഓക്കെ, ദെൻ വാട്ട് ക്യാൻ യു ലേൺ ഫ്രം ദി ടൈറ്റിൽ ആൻഡ് എനി ലേബിൾസ്. അപ്പോൾ നമുക്ക് എന്താണ് എക്സ്ട്രാ ഇൻഫർമേഷൻ? നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം വായിക്കാണ്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിലിംഗിലും ലേബിൾസിലും ടൈറ്റിൽസിലും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കിട്ടുമോ എന്നുള്ള കാര്യം നോക്കുക. എല്ലാത്തിലും ഇത് തന്നെ നോക്കുക. ഇവിടെ നമുക്ക് എക്സ്ട്രാ കണ്ടുപിടിക്കാനുണ്ട് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസ്. ഈ 3 ഡേറ്റയെ കുറിച്ച് അല്ലെങ്കിൽ ഈ 3 സെക്ടേഴ്സിനെ കുറിച്ചാണ് ചർച്ചകൾ എന്ന് നമുക്ക് ആ ഡയഗ്രാം നോക്കിയിട്ടാണ് മനസ്സിലാവുക. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മോസ്റ്റ് ഒബ്വിയസ് ട്രെൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ട്രെൻഡ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ബേസിക്കലി നമുക്ക് കാണാം, ആദ്യമേ ഏറ്റവും ഡാർക്ക് റെഡ് കളറിലാണ് അഗ്രികൾച്ചർ. അപ്പോൾ അഗ്രികൾച്ചർ എന്നുള്ളത് നമുക്ക് എന്ത് കാണാം? ഡിക്ലൈൻ ആവുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അതായത് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇന്ത്യയുടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇയർ വൈസ് ഓരോ ഡിക്കേഡ് കഴിയും തോറും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യ 1960s ഏകദേശം ഒരു 63 ആയിരുന്നു. ദെൻ അതൊരു 70ലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു 54ലേക്കും, ദെൻ അത് കുറഞ്ഞ് വീണ്ടും ഒരു 1980 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു 45ലേക്ക് ഒക്കെ വന്നു. ദെൻ 1990 ഒക്കെ ആയപ്പോഴത്തേക്കും 32ലേക്കും, ദെൻ 2000 ഒക്കെ ആയപ്പോഴേക്ക് ഏകദേശം ഒരു 13% വന്നു. അപ്പോൾ അതാണ് അഗ്രികൾച്ചറിന്റെ ഒരു കേസ്. ദെൻ നമ്മുടെ സെക്കൻഡ് സെക്ടർ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്
ഇൻഡസ്ട്രി ബേസിക്കലി 1960s ഒരു 16-17% നിന്ന ഇൻഡസ്ട്രി ഏകദേശം ഓക്കെ അത് വീണ്ടും ജസ്റ്റ് ഒന്ന് കൂടി 1970 ആയപ്പോഴത്തേക്കും ജസ്റ്റ് 2021 കയറി ദെൻ 80 ആയപ്പോഴത്തേക്കും വീണ്ടും ഒരു 25 വന്ന് വീണ്ടും അത് കുറഞ്ഞു പറഞ്ഞ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു ഏത് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം അതേപോലെ തന്നെ വന്നു. അതായത് ജസ്റ്റ് ഒന്ന് ഫ്ലക്ച്വേറ്റ് വന്ന് ഇൻക്രീസ് വന്നു വീണ്ടും എന്ത് ചെയ്തു ഒരു തിരിച്ച് അതേ പോയിന്റിലേക്ക് വന്നു. 1960s ഏകദേശം ഒരു 15% ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസ് ഏകദേശം 2000 ആയപ്പോഴും ഒരു 15-14-13 എന്നുള്ള റേഞ്ചിലേക്ക് തന്നെ നിൽക്കുന്നു. ഒന്ന് കൂടി എങ്കിലും അല്ലെങ്കിൽ ഒന്ന് കയറിയെങ്കിലും വീണ്ടും അതേ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ബേസിക്കലി നമുക്ക് പറയാം ഓവറോൾ ഒരു 60s to 2000 നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സ്റ്റാറ്റിക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ദെൻ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സർവീസ് സെക്ടർ. നമ്മൾ അഗ്രികൾച്ചറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർവീസ് സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ 1960s തൊട്ട് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് അല്ല ഒരു ഇൻക്രീസ് തന്നെയാണ് നമുക്ക് പറയാം. അതായത് 60s and 70s ഒരു ഇൻക്രീസ് ഉണ്ട്. ദെൻ അത് കണ്ടിന്യൂസ്ലി 80s 90s 2000 ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ആ ഒരു ഇൻക്രീസ് കോൺസ്റ്റന്റ് ഇൻക്രീസ് ആണ് ബേസിക്കലി സർവീസസിന്റെ ഒരു കോൺട്രിബ്യൂഷന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഏറ്റവും എടുത്ത് നിൽക്കുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. മെയിൻ ഫീച്ചർ 1 ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സർവീസ് സെക്ടർ ഇൻക്രീസ്ഡ് ഈച്ച് ഡിക്കേഡ്. ദെൻ മെയിൻ ഫീച്ചർ 2 ദി കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഡിക്രീസ്ഡ് ഈച്ച് ഡിക്കേഡ്. And main feature 3 that is industry remained almost static from 1980 to 2000. അപ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് നോട്ടീസിബിൾ ആയിട്ടുള്ള 3 ഫീച്ചേഴ്സ്. ഓക്കെ ദെൻ നമ്മൾ എസ് എഴുതാൻ പോകുന്ന ഒരു സ്ട്രക്ചർ അതാണ് നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മൾ ഓൾറെഡി ലൈക്ക് ഫോളോ ചെയ്ത അതേ പാറ്റേൺ ആണ് ബേസിക്കലി ഈ ഒരു ടാസ്കുകളിൽ എല്ലാ ടൈപ്പിലും ഫോളോ ചെയ്യാം. ദാറ്റ് ഈസ് ഇനിഷ്യൽ പാരഗ്രാഫ് ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ, ദെൻ ബോഡി പാരഗ്രാഫ് 1 then overview, then the body paragraph 1 and body paragraph 2. അപ്പോൾ അങ്ങനെ ഈ 4 പാരഗ്രാഫ്സിലേക്കായിരിക്കും നമ്മുടെ ഈ എസ്സേയുടെ ഒരു പാറ്റേൺ വരിക. അപ്പോൾ ഇതിന്റെ ഈ ഒരു സെയിം സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ഡീറ്റെയിൽഡ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മുതലുള്ള പാരഗ്രാഫ്സ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. താങ്ക് യു.